എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി JCB സാഹിത്യ പുരസ്കാരം. JCB സാഹിത്യ പുരസ്കാരം 2024. JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷൻ നൽകുന്ന 2024 JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഉപമന്യു ചാറ്റർജി. ഉപമന്യു ചാറ്റർജിയാണ് 2024 JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. അദ്ദേഹത്തിൻ്റെ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. 2023 പുരസ്കാരം ലഭിച്ചത് പെരുമാൾ മുരുകനായിരുന്നു. 2023 പുരസ്കാരം ലഭിച്ചത് പെരുമാൾ മുരുകനായിരുന്നു. പെരുമാൾ മുരുകൻ്റെ ആലണ്ടപ്പാച്ചി എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. പെരുമാൾ മുരുകൻ്റെ ആലണ്ടപ്പാച്ചി എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഈ കൃതി ജനനി കണ്ണൻ ഫയർബേർഡ് എന്ന പേരിൽ വിവർത്തനം ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഈ കൃതി ജനനി കണ്ണൻ ഫയർബേർഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. അടുത്തതായി ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2024. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2024. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡയറക്ടർ ശേഖർ കപൂർ. 2024 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഫെസ്റ്റിവൽ ഡയറക്ടർ ശേഖർ കപൂർ. ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് വിക്രാന്ത് മാസി. ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് വിക്രാന്ത് മാസി. മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം പുരസ്കാരം ലഭിച്ചത് ചിത്രം ടോക്സിക്. മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം പുരസ്കാരം ലഭിച്ചത് ടോക്സിക് എന്ന ചലച്ചിത്രത്തിന്. സംവിധാനം ചെയ്തത് സൗളി ബിലുവൈറ്റെ. അടുത്ത ചോദ്യം, 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും സൗജന്യ ചികിത്സ നൽകുന്നതിന് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ആരോഗ്യ കാർഡ് ഏതാണ്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും സൗജന്യ ചികിത്സ നൽകുന്നതിന് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ആരോഗ്യ കാർഡിൻ്റെ പേര് ആയുഷ്മാൻ വയവന്ദന കാർഡ്. ആയുഷ്മാൻ വയവന്ദന കാർഡ്. ഇതിൽ 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്നതാണ്. ആയുഷ്മാൻ വയവന്ദന കാർഡ് പ്രകാരം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്നതാണ്. അടുത്ത ചോദ്യം, C-295 വിമാനങ്ങളുടെ നിർമ്മാണത്തിനായി ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് സ്ഥാപിതമായത് എവിടെയാണ്? C-295 വിമാനങ്ങളുടെ നിർമ്മാണത്തിനായി ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം ഗുജറാത്തിലെ വഡോദര. അടുത്ത ചോദ്യം, ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലികാവകാശമാണെന്ന് അടുത്തിടെ വിധിച്ച ഹൈക്കോടതി ഏതാണ്? ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലികാവകാശമാണെന്ന് അടുത്തിടെ വിധിച്ച ഹൈക്കോടതി ഏതാണ്? ഉത്തരം മദ്രാസ് ഹൈക്കോടതി. അടുത്ത ചോദ്യം, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി അർഹരായ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്ന ദീപം 2.0 പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി അർഹരായ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്ന ദീപം 2.0 എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഓർമ്മയ്ക്കായി ദേശ് കാ വല്ലഭ് പ്രതിമ നിലവിൽ വന്ന സ്ഥലം? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഓർമ്മയ്ക്കായി ദേശ് കാ വല്ലഭ് എന്ന പ്രതിമ നിലവിൽ വന്ന സ്ഥലം? ഉത്തരം അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഓർമ്മയ്ക്കായി ദേശ് കാ വല്ലഭ് പ്രതിമ നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിലെ ആദ്യ സംയുക്ത ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത് എവിടെ? ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിലെ ആദ്യ സംയുക്ത ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത് ആസാമിലെ ഡാരംഗ എന്ന സ്ഥലത്താണ് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിലെ ആദ്യ സംയുക്ത ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, 2024 നവംബറിൽ എയർ ഇന്ത്യയിൽ ലയിച്ച ടാറ്റയുടെ കീഴിലുള്ള വിമാന കമ്പനി ഏതാണ്? 2024 നവംബറിൽ എയർ ഇന്ത്യയിൽ ലയിച്ച ടാറ്റയുടെ കീഴിലുള്ള വിമാന കമ്പനി ഏതാണ്? ഉത്തരം വിസ്താര.
വിസ്താര. അടുത്ത ചോദ്യം, അതിവേഗ ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടങ്ങൾക്കായി രാജ്യത്തെ ആദ്യ ടെസ്റ്റ് ട്രാക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം. അതിവേഗ ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടങ്ങൾക്കായി രാജ്യത്തെ ആദ്യ ടെസ്റ്റ് ട്രാക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാൻ. അടുത്ത ചോദ്യം, 2024 നവംബറിൽ പരിസ്ഥിതി സൗഹൃദമായ പലാഷ് ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? 2024 നവംബറിൽ പരിസ്ഥിതി സൗഹൃദമായ പലാഷ് ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഉത്തരം പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക്. അടുത്ത ചോദ്യം, ഇന്ത്യയെ ബാലവിവാഹരഹിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 നവംബറിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ്? ഇന്ത്യയെ ബാലവിവാഹരഹിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 നവംബറിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ്? ഉത്തരം ബാൽ വിവാഹ മുക്ത് ഭാരത്. ബാൽ വിവാഹ മുക്ത് ഭാരത്. അടുത്ത ചോദ്യം, രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഇന്നിംഗ്സിൽ 10 വിക്കറ്റ് നേടിയ മൂന്നാമത്തെ ക്രിക്കറ്റ് താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ഹരിയാന ക്രിക്കറ്റ് താരം ആരാണ്? രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഇന്നിംഗ്സിൽ 10 വിക്കറ്റ് നേടിയ മൂന്നാമത്തെ ക്രിക്കറ്റ് താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ഹരിയാന ക്രിക്കറ്റ് താരം ആരാണ്? ഉത്തരം അൻഷുൽ കാംബോജ്. അൻഷുൽ കാംബോജ്. അടുത്ത ചോദ്യം, 2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീട ജേതാക്കൾ ആരാണ്? 2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീട ജേതാക്കൾ ആരാണ്? ഉത്തരം ഇന്ത്യ. ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, IPL കരാർ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? IPL കരാർ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന നേട്ടം സ്വന്തമാക്കിയത് വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശി. അടുത്ത ചോദ്യം, ദേശീയ ടീം സെലക്ഷൻ ട്രയൽസിൽ ഉത്തേജക മരുന്ന് പരിശോധനയ്ക്കിടെ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചതിന് ഇന്ത്യയുടെ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി 4 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്ത ഗുസ്തി താരമാരാണ്? ദേശീയ ടീം സെലക്ഷൻ ട്രയൽസിൽ ഉത്തേജക മരുന്ന് പരിശോധനയ്ക്കിടെ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചതിന് ഇന്ത്യയുടെ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി 4 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്ത ഗുസ്തി താരമാരാണ്? ഉത്തരം ബജ്റംഗ് പൂനിയ. ബജ്റംഗ് പൂനിയ. അടുത്ത ചോദ്യം, 1988 ഏർപ്പെടുത്തിയ നിരോധനം ഡൽഹി ഹൈക്കോടതി നീക്കം ചെയ്തതിനെ തുടർന്ന് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ അനുമതി ലഭിച്ച സാത്താൻ്റെ വചനങ്ങൾ അഥവാ സാത്താനിക് വേഴ്സസ് എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? 1988 ഏർപ്പെടുത്തിയ നിരോധനം ഡൽഹി ഹൈക്കോടതി നീക്കം ചെയ്തതിനെ തുടർന്ന് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ അനുമതി ലഭിച്ച സാത്താൻ്റെ വചനങ്ങൾ അഥവാ സാത്താനിക് വേഴ്സസ് എന്ന നോവലിൻ്റെ രചയിതാവ്? ഉത്തരം സൽമാൻ റുഷ്ദി. സൽമാൻ റുഷ്ദി. അടുത്ത ചോദ്യം, രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്ര പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്ര പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഡോക്ടർ തോമസ് മാത്യു. ഡോക്ടർ തോമസ് മാത്യു. അടുത്ത ചോദ്യം, 2024 നൈജീരിയയുടെ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ എന്ന പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ പ്രധാനമന്ത്രി? 2024 നൈജീരിയയുടെ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദി. 2024 നവംബറിൽ നേപ്പാൾ ആർമി ഓണററി ജനറൽ പദവി നൽകി ആദരിച്ച ഇന്ത്യൻ കരസേനാ മേധാവി ആരാണ്? 2024 നവംബറിൽ നേപ്പാൾ ആർമി ഓണററി ജനറൽ പദവി നൽകി ആദരിച്ച ഇന്ത്യൻ കരസേനാ മേധാവി ആരാണ്? ഉത്തരം ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അടുത്ത ചോദ്യം, 2024 ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയായ ഡൊമിനിക്ക അവാർഡ്സ് ഓഫ് ഓണർ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? 2024 ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയായ ഡൊമിനിക്ക അവാർഡ്സ് ഓഫ് ഓണർ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം നരേന്ദ്രമോദി. നരേന്ദ്രമോദി. അടുത്ത ചോദ്യം, 2024 നവംബറിൽ ഗയാനയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് എക്സലൻസ് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ പ്രധാനമന്ത്രി? 2024 നവംബറിൽ ഗയാനയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് എക്സലൻസ് പുരസ്കാരം ലഭിച്ചതും നരേന്ദ്രമോദിക്കാണ്.
അടുത്ത ചോദ്യം, നാഷണൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പ്രസാർ ഭാരതി ആരംഭിച്ച OTT പ്ലാറ്റ്ഫോം ഏതാണ്? നാഷണൽ പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ പ്രസാർ ഭാരതി ആരംഭിച്ച OTT പ്ലാറ്റ്ഫോം ഉത്തരം വേവ്സ്. അടുത്ത ചോദ്യം, മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? ഉത്തരം PM വിദ്യാലക്ഷ്മി. അടുത്ത ചോദ്യം, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തി. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തി ഉത്തരം വിപിൻ കുമാർ. അടുത്ത ചോദ്യം, 2024 നവംബറിൽ സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? 2024 നവംബറിൽ സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അടുത്ത ചോദ്യം, 2024 നവംബറിൽ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി ചുമതലയേറ്റത്? 2024 നവംബറിൽ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി ചുമതലയേറ്റത് കെ സഞ്ജയ് മൂർത്തി. അടുത്ത ചോദ്യം, 2024 നവംബറിൽ ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? 2024 നവംബറിൽ ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ഹേമന്ത് സോറൻ. അടുത്ത ചോദ്യം, 2024 നവംബറിൽ അന്തരിച്ച ബീഹാർ കോകില എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത ഗായിക ആരാണ്? 2024 നവംബറിൽ അന്തരിച്ച ബീഹാർ കോകില എന്ന് അറിയപ്പെട്ടിരുന്ന പ്രശസ്ത ഗായിക ആരാണ്? ഉത്തരം ശാരദാ സിൻഹ. അടുത്ത ചോദ്യം, ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത സൈനിക അഭ്യാസമായ ഓസ്ട്ര ഹിന്ദ് 2024 മൂന്നാമത്തെ പതിപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത സൈനിക അഭ്യാസമായ ഓസ്ട്ര ഹിന്ദ് 2024 മൂന്നാമത്തെ പതിപ്പിന്റെ വേദി എവിടെയാണ്? ഉത്തരം മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ്? ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത് ഉത്തരം രാജേഷ് കുമാർ സിംഗ് ആണ് ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത്. അടുത്ത ചോദ്യം, കർഷകരിൽ നിന്ന് എല്ലാ വിളകൾക്കും MSP അഥവാ മിനിമം സപ്പോർട്ട് പ്രൈസ് നിരക്കിൽ വാങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കർഷകരിൽ നിന്ന് എല്ലാ വിളകളും MSP മിനിമം സപ്പോർട്ട് പ്രൈസ് നിരക്കിൽ വാങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹരിയാന. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ 7ാം സെഷൻ നടന്നത് എവിടെ വെച്ച്? ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ 7ാം സെഷൻ നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ന്യൂഡൽഹി. അടുത്ത ചോദ്യം, 2026 വരെ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന രാജ്യം. 2026 വരെ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന രാജ്യം ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, നവംബറിൽ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? നവംബർ മാസത്തിൽ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം നിലവിൽ വന്നത് എവിടെ? ഉത്തരം ന്യൂഡൽഹി. അടുത്ത ചോദ്യം, 2024 നവംബർ 15 150ാം ജന്മവാർഷികം ആചരിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയും ജാർഖണ്ഡിലെ ആദിവാസി നേതാവുമായ വ്യക്തി. 2024 നവംബർ 15 150ാം ജന്മവാർഷികം ആചരിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയും ജാർഖണ്ഡിലെ ആദിവാസി നേതാവുമായ വ്യക്തി ഉത്തരം ബിർസ മുണ്ട.